കളമശ്ശേരി സീപോർട്ട് എയർപോർട്ടിനടുത്തായിട്ട് ഒരു പ്രീമിയം വില്ല പ്രൊജക്റ്റിലെ ലാസ്റ്റ് വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വില്ല വരുന്നത്. .9 ആണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഗേറ്റിന്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ട് വരുന്ന ഈ വീടിന്റെ കാർ പാർക്കിംഗ് ഇവിടെയായിട്ടാണ് വരുന്നത്. ഏകദേശം 16 അടി നീളവും 10.4 അടി വീതിയുമുള്ള ഈ കാർ പാർക്കിംഗ് കവേർഡാണ്. നമ്മളിപ്പോൾ വീടിന്റെ മുൻഭാഗത്താണുള്ളത്. 6 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇരുഭാഗങ്ങളിലും ഗാർഡൻ ചെയ്ത് കടപ്പാക്കല്ലുകൾ പാകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 3 അടിയാണ് ഇവിടെ സെറ്റ് ബാക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ മെറ്റൽ ചിപ്സ് വിരിച്ച് ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. നമ്മളിപ്പോൾ വീടിന്റെ തെക്ക് ഭാഗത്താണുള്ളത്. ഏകദേശം 4 അടിയിലേറെയാണ് ഇവിടുത്തെ സെറ്റ് ബാക്ക് വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. ഏകദേശം 3 അടിയോളമാണ് ഇവിടുത്തെ സെറ്റ് ബാക്ക് വരുന്നത്. ഇവിടെ കടപ്പാക്കല്ലുകൾ പാകിയിട്ടുണ്ട്. ഇനി ഇവിടെ പെബിൾസ് കൂടി വരാനുണ്ട്. ഇനി നമ്മൾ ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 7 അടിയോളം നീളവും 4.2 അടി വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. വടക്ക് ദർശനമായി വരുന്ന ഈ വീടിന്റെ മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമ്മളിനി ഈ വീടിന്റെ ലിവിംഗ് റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 14.4 അടി നീളവും 9.4 അടി വീതിയുമുള്ള ഒരു ലിവിംഗ് റൂമാണ്. ഇവിടെയായിട്ട് വലിയ വിൻഡോകൾ നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ലിവിംഗ് റൂമിനെയും ഡൈനിങ് റൂമിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൾട്ടിവുഡിൽ ചെയ്ത വർക്ക് കാണും. ഇനി നമ്മൾ ഡൈനിങ് റൂമിലേക്കാണ് വരുന്നത്. ഏകദേശം 14.4 അടി നീളവും 7.3 അടി വീതിയുമുള്ള ഒരു ഡൈനിങ് റൂമാണിത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് വരുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത്. 9.5 അടി നീളവും 7.3 അടി വീതിയുമുള്ള ഈ കിച്ചൺ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് വരുന്നത്. ഈസ്റ്റിലേക്കാണ് ഇതിൻ്റെ സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. നമ്മളിനി ഈ വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 13.3 അടി നീളവും 10.6 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ടാണ് കബോർഡ് വരുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. ഇവിടെ സ്റ്റെയറിൽ സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്.
ഹാൻഡ് റെയിൽ ഗ്ലാസ്സിലാണ് വരാനിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിൻ്റെ ഭാഗത്തായിട്ട് വളരെ വലിയൊരു വിൻഡോ നൽകിയിരിക്കുന്നു. ഇതാണ് ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസ്. ഏകദേശം 12 അടി നീളവും 9.7 അടി വീതിയുമാണ് ഈ സ്പേസിനുള്ളത്. ഇവിടെയായിട്ടൊരു ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഏകദേശം 13.4 അടി നീളവും 10.8 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. ഇവിടെയായിട്ട് ഒരു വലിയ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം. ഏകദേശം 14.4 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് വളരെ വലിയൊരു കബോർഡ് നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിൻ്റെ 2 സൈഡിലായിട്ട് 2 വലിയ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇത് ഈ ബെഡ്റൂമിൽ നിന്നുള്ള ഒരു ബാൽക്കണിയാണ്. ഏകദേശം 15 അടി നീളവും 3.2 അടി വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. ഹാൻഡ് റെയിൽ ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ്. 12 അടി നീളവും 9.7 അടി വീതിയുമാണ് ഇതിനുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി. 11.6 അടി നീളവും 7.8 അടി വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. ഹാൻഡ് റെയിൽ ഗ്ലാസ്സിലാണ് വരുന്നത്. സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, കളമശ്ശേരിയിലേക്ക് 1.4 കിലോമീറ്റർ, സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 1.8 കിലോമീറ്റർ, കുസാറ്റിലേക്ക് 2.2 കിലോമീറ്റർ, കാക്കനാടേക്ക് 4.8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6.4 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 5 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 9.2 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെന്റ് 350 ലിങ്സ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 89 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.